മുന്തിരി നമ്മുടെ നാട്ടിൽ കായ്ക്കില്ലെന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ധാരാളമായി മുന്തിരി കായ്ക്കും. എന്തായാലും നമുക്ക് ഈ കൊല ഒന്ന് അടർത്തിയെടുക്കാം. കഴിക്കാനും നല്ല മധുരമുള്ളതാ ഈ മുന്തിരി. എൻ്റെ പേര് ബാഹു എന്നാണ്, നാട്ടിൽ അറിയപ്പെടുന്നത് സാബു എന്നാണ്. ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു. ഇത് കാഴ്ച കിടക്കുന്നത് എന്നെ കാണാൻ എന്ത് ഭംഗിയാ. പിന്നെ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ കുട്ടികൾക്കും ഒക്കെ വിഷയരഹിതമായ മുന്തിരി കൊടുക്കാൻ കഴിയും, നമുക്കും ഒക്കെ കഴിക്കാൻ പറ്റും. ഇതിൻ്റെ പരിചരണം എന്ന് പറയുമ്പോൾ സാധാ ഒരു മുന്തിരി തൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സൺലൈറ്റ് ഉള്ള ഒരു സ്ഥലം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സൺലൈറ്റ് ഉള്ള ഒരു സ്ഥലം ചൂസ് ചെയ്തിട്ട് ഒരു നല്ല കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് കല്ലൊക്കെ മാറ്റിയതിന് ശേഷം മണൽ, ചാണകപ്പൊടി, എല്ലുപൊടിയാണ് ഇതിൻ്റെ പഥ്യമായ ആഹാരം എന്ന് പറയണത്. ഇട്ടതിന് ശേഷം ചെടി വളർത്തുക. വളർന്നു വരുന്ന സമയത്ത് നമ്മൾ കപ്പലിൻ്റെ പിണ്ണാക്ക് പൊളിപ്പിച്ച് വെള്ളവും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വളർന്ന് പന്തലിൽ കയറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കയറിയതിന് ശേഷം നല്ല രീതിയിൽ വള്ളി മുറ്റിയതിന് ശേഷം ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഇതിൻ്റെ സീസൺ വരുന്നത്. ഈ സീസൺ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇല കരിയാൻ തുടങ്ങും. ആ സമയം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. പ്രൂൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ധാരാളം കുലകൾ ഇതിൽ വരും. പ്രൂൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ചോട് ഇളക്കിയിട്ട് വളം കൊടുക്കുക. എല്ലുപൊടിയും ചാണകപ്പൊടിയും വെള്ളവും കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അവിടെ വെച്ച് ശിഖരം പൊട്ടുകയും ധാരാളം മുട്ടുകൾ വരികയും അതെല്ലാം തന്നെ കായായി മാറുകയും ചെയ്യും. പന്തലിടുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നല്ല രീതിയിലൊരു പന്തൽ തന്നെ ഇടണം. കാരണം ഒരു മുന്തിരി എന്ന് പറയുന്നത് 10-35 വർഷത്തോളം കേടുകൂടാതെ കിടക്കുമെന്നാണ് പറയുന്നത്. എനിക്ക് തന്നെ വർഷങ്ങളായിട്ടുണ്ട് ഈ മുന്തിരി ഇവിടെ വന്നിട്ട്. എനിക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 ജാതി മുന്തിരിയുണ്ട്. കാംബോഡിയനുണ്ട്, ഇപ്പോൾ സീഡ്ലെസ് ബ്ലാക്ക് ഞാൻ കൊണ്ട് നട്ടിരിക്കുകയാണ്. അത് കായ്ച്ചിട്ടില്ല. ഇപ്പം ഇത് മധുരമുള്ള മുന്തിരിയാണ് ഇപ്പോൾ കായ്ച്ചു കിടക്കുന്നത്. നമ്മുടെ നാട്ടിൽ പലരും മുന്തിരിച്ചെടി നടാത്തതിനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരി നമ്മുടെ നാട്ടിൽ കായ്ക്കില്ലെന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ധാരാളമായി മുന്തിരി കായ്ക്കും. അതിൻ്റെ പരിചരണം അറിയാത്തത് കൊണ്ടാണ് പലരും നടാത്തത്. അപ്പം ആദ്യം ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അതിൻ്റെ പരിചരണം മനസ്സിലായി. ഞാൻ നട്ടപ്പോൾ എനിക്കിപ്പോൾ ധാരാളം കായ്കൾ കിട്ടി. ആൾക്കാരിത് നട്ടു വളർത്താത്തതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ മുന്തിരി തന്നെ പല ജാതിയുണ്ട്. അതിലിപ്പോൾ ജ്യൂസ് മുന്തിരിയുണ്ട്, സാധാരണ പലരുമൊക്കെ നടുന്നുണ്ട്. അതിൽ കുറച്ച് പുളിയുണ്ട്, പുളിയും മധുരവും കൂടെ ചേർന്നതാണ് ജ്യൂസ് മുന്തിരി എന്ന് പറയുന്നത്. പിന്നെ ഈ മുന്തിരി എന്ന് പറയുന്നത് നല്ല മധുരമുള്ള മുന്തിരിയാണ്. നമുക്കിന്ന് മാർക്കറ്റിലേക്ക് കിട്ടുന്നത് നല്ല മധുരമുള്ള മുന്തിരിയാണ്. അപ്പോൾ ആ പുളിയുള്ള മുന്തിരി നട്ട് വളർത്തിയിട്ടുള്ളവരായിരിക്കും ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ പിന്മാറിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ജാതി മുന്തിരി വാങ്ങി നട്ട് കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായി കായ്ക്കും. എന്തായാലും നമുക്ക് ഈ കൊല ഒന്ന് അടർത്തിയെടുക്കാം. എന്ത് മധുരമുള്ള ഇതാ, നല്ല കാണാൻ ഭംഗി. ഞാൻ എന്തായാലും അടർത്തിയെടുക്കുകയാണ്. ഇത് കണ്ടോ, എന്ത് ഭംഗി. ഈ കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല മധുരമുള്ളതാ ഈ മുന്തിരി. ഇതുപോലെ തന്നെ എനിക്ക് കുറച്ച് പഴുത്ത കുലകൾ കിട്ടി. ഇതെല്ലാം തന്നെ കൂടുതലും എനിക്ക് എൻ്റെ 2 കൊച്ചു മക്കളുണ്ട്, അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതാകുമ്പോൾ പിന്നെ ധൈര്യപൂർവ്വം എനിക്ക് കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ വിഷമില്ലാത്ത മുന്തിരിയാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ കൊച്ചു മക്കൾക്ക് ഇത് പഴുത്തത് കൊടുക്കുക എന്നുള്ളതാണ്. വിഷമില്ലാത്ത മുന്തിരി തന്നെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ പര സന്തോഷം വേറെ ഒന്നും തന്നെയില്ല. നമ്മൾ ഏത് ചെടിയായാലും ഏത് പഴവർഗ്ഗങ്ങളായാലും നമ്മൾ സ്വന്തമായി നട്ട് വിഷമില്ലാത്ത ഫലങ്ങൾ നമ്മൾ പറിച്ച് കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു സന്തോഷം തന്നെയാണ്. നമ്മളെ കുട്ടികൾക്കും ധൈര്യമായിട്ട് നമുക്ക് പറിച്ചു കൊടുക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് 3 ജാതി മുന്തിരിയുണ്ട്. ഇതിലിപ്പോൾ കായ്ച്ചിരിക്കുന്ന മധുരമുള്ള മുന്തിരിയാണ് കായ്ച്ചിരിക്കുന്നത്. അതുപോലെ എനിക്ക് ജ്യൂസ് മുന്തിരിയുണ്ട്. പിന്നെ കൂടാതെ കാംബോഡിയൻ മുന്തിരി, അത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കായ്ച്ചതാണ്. അതിപ്പോൾ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഏകദേശം ഒരു കൊലയിൽ 4 കിലോയും അതിന് മേളിലും വരും. അതിന് ലേശം പുളി കൂടുതലാണ്. കാംബോഡിയൻ മുന്തിരിയെ സംബന്ധിച്ചിടത്തോളം കഴിക്കുന്നതിനേക്കാളും അതിൻ്റെ ഭംഗി, കായ്ച്ചു നിൽക്കുന്ന കാണാനുള്ള ഭംഗി നല്ലൊരു ഭംഗിയാണത്. എന്തായാലും ഞാൻ ഇതിന്നൊരു മുന്തിരി എടുത്ത് കഴിക്കാം. നല്ല മധുരം, നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അതേ മുന്തിരി, വിഷമില്ലാത്ത മധുരമുള്ള മുന്തിരി. പിന്നെ എനിക്ക് നിങ്ങളോടെല്ലാം പറയാൻ ഒന്നേ ഉള്ളൂ, ഇത് മുന്തിരി അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും നല്ല പഴവർഗ്ഗങ്ങൾ നമ്മളെ വീടുകളിൽ തന്നെ നട്ട് അതിൻ്റെ പഴം നമ്മൾ കഴിക്കുക, വിഷരഹിതമായ പഴമെടുത്ത് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.